Good morning. Audible alle voice? Okay. So on attendance paraya. Akshay. Present, sir. Anjana. Present, sir. Anshri. Present, sir. Ashna. Present, sir. Ashwin. Present, sir. Dominic. Present, sir. Muhammad Adil. Present, sir. Roshni. Present, sir. Sharon. Present, sir. Vishnu. Present, sir. Vaishnav. Present, sir. Okay. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? യെസ്, കോൾബർഗ്സ് തിയറി. പിന്നെ രണ്ട് തിയറീസ് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. യെസ്. ഓക്കെ, അതായത് നമ്മുടെ മോറൽ ഡെവലപ്മെന്റുമായിട്ട് റിഗാർഡ് ചെയ്തിട്ട് വരുന്ന രണ്ട് തിയറീസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. കോൾബർഗ്സ് തിയറി ആൻഡ് അതുപോലെ തന്നെ ഗില്ലിഗൻസ് തിയറി, അല്ലെ, രണ്ടുപേരുടെ വ്യൂ പോയിന്റ്സ്. സോ നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ആസ് യു ക്യാൻ സീ ഹിയർ, പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. ഓക്കെ, അതായത് എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രൊഫഷൻ ആണ്. ഓക്കെ, ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് പ്രൊഫഷൻ എന്നുള്ളത്, അല്ലെ? എന്താണ് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷൻ ആണ് പ്രൊഫഷൻ എന്ന് നമുക്കറിയാം, അല്ലെ? പക്ഷേ ജസ്റ്റ് ഒരു ജോബ് അല്ലെങ്കിൽ ഒക്യുപ്പേഷനിൽ ഒതുങ്ങി നിർത്തേണ്ട കാര്യമല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു പ്രൊഫഷൻ ആകുമ്പോൾ എന്തുണ്ട്, അതിന് കുറെ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ആ ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുമ്പോൾ മാത്രമേ ആസ് എ പ്രൊഫഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ജോലിനെയും നമുക്ക് പ്രൊഫഷനായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കുറെ ജോബ്സും ഉണ്ട്, അല്ലെ? വർക്കും ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ വേണം. അതും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിനൊരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? സോ ഈ പ്രൊഫഷനെ നമുക്ക് ഇനി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഒക്യുപ്പേഷൻ ഓർ ജോബ് ദാറ്റ് റിക്വയർസ് അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്, സെൽഫ് റെഗുലേഷൻ ആൻഡ് കൺസേർട്ടഡ് സർവീസ് ടു ദ പബ്ലിക് ഗുഡ്. ഓക്കെ, അതായത് ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് വേണം, സെൽഫ് റെഗുലേഷൻ വേണം, അതുപോലെ തന്നെ പബ്ലിക്കിനെ സർവീസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടെ വേണം. ആ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു ജോബിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു പ്രൊഫഷൻ, ഒരു പെർട്ടിക്കുലർ ജോബിന് അല്ലെ ഒരു പെർട്ടിക്കുലർ തൊഴിലിനെ നമ്മൾ പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിന് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം: എക്സ്പെർട്ടൈസ്, സെൽഫ് റെഗുലേഷൻ, അതുപോലെ തന്നെ കൺസേർട്ടഡ് സർവീസ് ടു ദ പബ്ലിക്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഏതൊരു ജോബിനെയും നമ്മൾ പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ, പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്, അല്ലാത്ത കോഴ്സസും ഉണ്ട്. പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എന്താണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അല്ലെങ്കിൽ ഇപ്പം മെഡിസിൻ ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അല്ലെ? നേരെ മറിച്ച് നമ്മളെ യൂഷ്വൽ നോർമൽ ഡിഗ്രീസ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല, അല്ലെ? സോ അതിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പ്രൊഫഷനും അൺപ്രൊഫഷനും ആയിട്ടുള്ള കുറെ ജോബ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബിനെ ഒരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തുകൂടെ വേണം, ആ ജോബിന് എന്തുകൂടി ഉണ്ടായിരിക്കണം, നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിനൊരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രൊഫഷന് ഒരു സാധാരണ ഒരു അൺപ്രൊഫഷണൽ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ?
ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറയാൻ പോണത്. പിന്നെന്താ, യാ ഇറ്റ് ബ്രിങ്സ് എ ഹൈ സ്റ്റാറ്റസ് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു പ്രൊഫഷനിൽ നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രൊഫഷൻ നമുക്ക് എന്ത് ബെനിഫിറ്റ് കൂടെ തരുന്നുണ്ട്, നമുക്കൊരു ഹൈ സ്റ്റാറ്റസ് കൂടെ തരും അല്ലേ. അതിപ്പോ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും വരും, അതുപോലെ തന്നെ എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ടും നമുക്ക് എന്ത് വരും, കുറച്ചും കൂടി ഒരു ഹൈ സ്റ്റാറ്റസ് തരുന്ന ഒരു കാര്യമാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് കമ്പയർഡ് ടു അൺപ്രൊഫഷണൽ അല്ലെങ്കിൽ നോൺ പ്രൊഫഷണൽ ജോബ്സ്. നോൺ പ്രൊഫഷണൽ അല്ലാത്ത ജോബുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫഷണൽ ജോബ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ നമുക്ക് എന്തുകൂടെ തരുന്നുണ്ട്, സൊസൈറ്റിയിൽ സോഷ്യലി തന്നെ എക്കണോമിക്കലി നമുക്കൊരു ഹൈ സ്റ്റാറ്റസ് കൂടെ ഒരു കാര്യമാണ് ഈ പ്രൊഫഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോബ്. ഓക്കെ, സോ അതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ ജോബ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫഷണൽ ജോബ്സ് നമുക്ക് എന്തുകൂടെ തരും, ഇറ്റ് വിൽ പ്രൊവൈഡ് us എ ഹൈ സ്റ്റാറ്റസ് ബോത്ത് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി. ഓക്കെ, അപ്പൊ അതാണ് ആസ് എ പ്രൊഫഷൻ നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഡെഫിനിഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ, അതുകൊണ്ട് ഓർത്ത് വെക്കണേ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. സോ ഒരു നോർമൽ ജോബ് തന്നെയാണ്, പക്ഷെ എന്ത് വേണം, അതിന് ആ 3 ഫീച്ചേഴ്സ് കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൊഫഷൻ. ഇനി നമുക്ക് എന്ത് നോക്കാം, നമ്മളിപ്പോ മെൻഷൻ ചെയ്തിട്ടുള്ള ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതാണ് നമ്മൾ നോക്കാൻ പോണത്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷൻ. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരു പ്രൊഫഷൻ ആണെങ്കിൽ എന്ത് വേണം, അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് സീ ഹിയർ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഗെയിൻഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ദി ചൂസൺ ഫീൽഡ് മേക്സ് ഹിം ഓർ ഹെർ ആൻ എക്സ്പെർട്ട്. ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് നോളജ്. ഓക്കെ, അപ്പൊ അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് വെച്ചാൽ ആ വേർഡ് പറയുന്ന പോലെ തന്നെ എന്താണ്, എക്സ്പേർട്ട് ആയിരിക്കുക അല്ലെ. അപ്പൊ നമ്മളൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, എക്സ്പേർട്ട് ആയിരിക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ ഫീൽഡ് തന്നെ എടുക്കുക, ഇപ്പൊ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ അല്ലെ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താവും, എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെ, ആ കോഴ്സാണ് നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊഫഷൻ എന്തായിരിക്കും നിങ്ങൾ, ആ നിങ്ങളെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്തായിരിക്കും, എക്സ്പേർട്ട് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഫഷനിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എന്താണ്, തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഗെയിൻഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ദ ചൂസൺ ഫീൽഡ് അല്ലെ. അപ്പൊ നിങ്ങളിപ്പം പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ബ്രാഞ്ചാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഫീൽഡുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷനും ഉണ്ടായിരിക്കാം അല്ലെ. സോ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊഫഷൻ, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഈ ഇലക്ട്രോണിക്സ് ഫീൽഡുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്തായിരിക്കണം, എക്സ്പേർട്ട് ആയിരിക്കണം അല്ലെ. അതായത് കാരണം നിങ്ങൾ പഠിക്കുന്ന ഫീൽഡ്, നിങ്ങൾ ചൂസ് ചെയ്ത ഫീൽഡ് എന്ന് പറയുന്നത് ഈസി ആണല്ലോ അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാ തിയററ്റിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജിനെ പറ്റിയിട്ടും എന്തുണ്ടായിരിക്കണം, നല്ല രീതിയിൽ നിങ്ങൾ ബോധം ഉണ്ടായിരിക്കണം, ബോധവാന്മാരായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ അല്ലെ. സോ അതാണ് അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന തിയററ്റിക്കൽ ആയിട്ടും പ്രാക്ടിക്കലും ആയിട്ടുള്ള നോളജ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ എന്താക്കുന്നത്, നമ്മളെ എക്സ്പേർട്ട് ആക്കുന്നത് അല്ലെ. നമ്മൾ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്യുന്നത്, ആ ഫീൽഡിൽ നമ്മളെ എക്സ്പേർട്ട് ആക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നേടിയെടുക്കുന്ന നമ്മുടെ തിയററ്റിക്കൽ ആയിട്ടും പ്രാക്ടിക്കലും ആയിട്ടുള്ള അറിവുകളാണ് അല്ലെ. സോ അതാണ് അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് എക്സ്പെർട്ടൈസ് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ആ പ്രൊഫഷനിൽ എക്സ്പേർട്ട് ആവും. എങ്ങനെ എക്സ്പേർട്ട് ആവും, നമ്മൾ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ടാവുമ്പോൾ നമ്മൾ എന്താവും, ആ പ്രൊഫഷനിൽ എക്സ്പേർട്ട് ആവും അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്തുകൂടെ പറയുന്നുണ്ട്, ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് നോളജ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇപ്പൊ നിങ്ങളെ കേസ് എടുത്താൽ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഈ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്ത് നേടുന്നത്, ഈ ഇലക്ട്രോണിക്സ് ആയിട്ട് ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിവ് നിങ്ങൾ ഇപ്പോഴാണ് നേടിയെടുക്കുക അല്ലെ. ഈ പഠിക്കുന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ തിയററ്റിക്കൽ വൈസ്
അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ വൈസ് ആയുള്ള എല്ലാ നോളജിനെ പറ്റും നിങ്ങൾ ഗെയിൻ ചെയ്തത് എപ്പോഴാണ്? ഈ ഒരു ടൈമിലാണ് അല്ലെ. ഇനി അതിന്റെ ബേസിസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. അതെപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ഈ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്? നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഡേ ടു ഡേ അല്ലെ, ഡേ ബൈ ഡേ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പലതരത്തിലുള്ള ടെക്നോളജിക്കൽ വൈസ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഏതൊരു ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫീൽഡ് ആയാലും അല്ലെ വേറെ ഏത് ഫീൽഡ് എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ഓരോ ദിവസം കഴിയുന്നതിനെ പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് അവെയർ അല്ലെങ്കിൽ നമ്മൾ ഈ അപ്ഡേഷനെ പറ്റിയിട്ട് നമ്മളൊന്നും അറിഞ്ഞിരിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യില്ല? നമുക്ക് നമ്മുടെ ആ പ്രൊഫഷനിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അല്ലെ. സോ നമ്മൾ എപ്പോഴും എന്ത് വേണം? വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലും നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അല്ലെ വരുന്ന എല്ലാ അപ്ഡേഷൻസിനെ പറ്റിയിട്ടും നമുക്ക് അറിവുണ്ടായിരിക്കണം അല്ലെ. നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറയാം നമുക്ക് അല്ലെ. നിങ്ങളുടെ ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഡേ ബൈ ഡേ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൂടെ നമുക്ക് ഏതിൽ പറയാൻ പറ്റും? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ പ്രൊഫഷന്റെ ഫസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും, അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്. ഓക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പോയാൽ സെൽഫ് റെഗുലേഷൻ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോക്കുക, പ്രൊഫഷണൽ സൊസൈറ്റീസ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷൻ, ഡ്രാഫ്റ്റിംഗ് കോഡ്സ് ഓഫ് എത്തിക്സ്, എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട് ആൻഡ് representing the profession before the public and government. അപ്പോൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നിയന്ത്രണം എന്ന് പറയില്ലേ, നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ സ്വയം നിയന്ത്രിക്കുക എന്ന് പറയും അല്ലെ. അപ്പൊ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രണം എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളിപ്പം എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ എടുത്താൽ അല്ല, ഇപ്പം ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്നില്ല, ഏതൊരു പ്രൊഫഷൻ നമ്മൾ കൺസിഡർ ചെയ്താലും എല്ലാ പ്രൊഫഷനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഏതൊരു പ്രൊഫഷൻ ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അതിപ്പോ എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും അല്ലാത്ത ഇപ്പം LLB ആയാലും അല്ലെ, ഏത് പ്രൊഫഷൻ ആയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? എല്ലാ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെ ഡിഗ്നിറ്റി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സെർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ബോധവാന്മാരായിരിക്കണം അല്ലെ. അതായത് നിങ്ങളുടെ പ്രൊഫഷന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്താണ്, നിങ്ങളുടെ പ്രൊഫഷന്റെ എത്തിക്സ് എന്താണ്, നിങ്ങളുടെ പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ പബ്ലിക്കിന്, സൊസൈറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ, സൊസൈറ്റിന്റെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം. ഓക്കെ. ഈ വാല്യൂസ് ഒക്കെ കീപ്പപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് ആ രണ്ടാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നത്. സെൽഫ് റെഗുലേറ്റഡ് ആയിരിക്കണം നിങ്ങൾ. ഇതൊരിക്കലും നിങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല. ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഏതൊരു പ്രൊഫഷനിലായാലും നമുക്ക് കാണാൻ പറ്റും. ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഏത് പെർട്ടിക്കുലർ പ്രൊഫഷനിലാണോ വർക്ക് ചെയ്യുന്നത്, ആ പ്രൊഫഷന്റെ ആയിട്ടുള്ള എല്ലാ റിലേറ്റഡ് കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം. അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട്, അതിന്റെ എത്തിക്സിനെ പറ്റിയിട്ട്, അതിന്റെ അത് സൊസൈറ്റിക്ക് അല്ലെ പബ്ലിക്കിന് മുമ്പിൽ നിങ്ങളുടെ ആ പ്രൊഫഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ, എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. അത് കീപ്പപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. സോ അതാണ് ആ ഒരു സെൽഫ് റെഗുലേഷൻ മീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ പ്രൊഫഷന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണം. ഐ തിങ്ക് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ഹലോ, ഓക്കെ അല്ലേ എല്ലാവർക്കും? ആ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മൾ രണ്ട് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് തേർഡ് വൺ, നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ പേര് പോലെ തന്നെ നെയിം ഇംപ്ലൈസ് എന്താണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെ. നോക്കാം നമുക്കത്. ദി ഒക്യുപ്പേഷൻ പ്രൊവൈഡ്സ് സം ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഗുഡ് ബൈ കൺസേർട്ടഡ് എഫേർട്സ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ദിസ് ഈസ് ദി മെയിൻ പ്ലാങ്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏതൊരു പ്രൊഫഷൻ എടുത്താലും ഓരോ പ്രൊഫഷനും എന്താണ് സൊസൈറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, ഓരോ പ്രൊഫഷനും എന്താണ് സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ആയാലും അല്ലെ വേറെ ഏത് പ്രൊഫഷൻ ആയാലും എന്താണ് എല്ലാ പ്രൊഫഷനും നമ്മുടെ സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ, നമ്മുടെ സൊസൈറ്റിയോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എന്താണ് നമ്മുടെ കൺട്രി അല്ലെ നമ്മുടെ നേഷന്റെ നമ്മുടെ സൊസൈറ്റീന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. എല്ലാ ഫീൽഡിലും അല്ലെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടല്ലല്ലോ. പ്ലസ് എന്തുകൂടിയുണ്ട്, നമ്മുടെ സൊസൈറ്റീന്റെ നന്മ കൂടെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഏത് ഫീൽഡ് എടുത്താലും അങ്ങനെ തന്നെയാണ് അല്ലെ. സൊസൈറ്റീന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എല്ലാ ആൾക്കാരും അല്ലെ. അപ്പൊ ഈ സൊസൈറ്റിയോട് എന്തുണ്ട്? എല്ലാ പ്രൊഫഷനിലും ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ നല്ല കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ പ്രൊഫഷനിലൂടെ നമ്മുടെ പെർട്ടിക്കുലർ പ്രൊഫഷനിലൂടെ സൊസൈറ്റിക്ക് കിട്ടുന്ന കുറെ ഗെയിൻ ചെയ്യുന്ന കുറെ നന്മകൾ ഉണ്ടാവും അല്ലെ, നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതും എന്താണ് നമ്മൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. അതും നമ്മുടെ പ്രൊഫഷന്റെ മെയിൻ ഫീച്ചറായിട്ട് നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത് എല്ലാ പ്രൊഫഷന്റെ കേസിലും ഉണ്ടാവും. ഏതൊരു പ്രൊഫഷൻ എടുത്താലും എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ എന്തുണ്ട്? നമ്മുടെ സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട് അല്ലെ. ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അതിൽ നമ്മൾ ഒരു മുടക്കം വരുത്താൻ പാടില്ല. അതെപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, കാരണം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ നാടാണ്, നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം അല്ലെ. അപ്പൊ അതെപ്പോഴും നമ്മൾ എന്ത് വേണം? കീപ്പപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ പ്രൊഫഷന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിരിക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിന്, ഒരു പെർട്ടിക്കുലർ തൊഴിലിന് നമ്മളൊരു പ്രൊഫഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിന് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞേ? അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്. സെക്കൻഡ് വൺ സെൽഫ് റെഗുലേഷൻ. അതുപോലെ തന്നെ തേർഡ് വൺ എന്താ? പബ്ലിക് ഗുഡ് എന്ന് പറയുന്ന കാര്യം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൊഫഷൻ എന്നുള്ള ടേം മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്? അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ജോബ് എന്നൊരു പ്രൊഫഷനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടേം നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രൊഫഷണൽ. അപ്പൊ പ്രൊഫഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ടേം മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതും അറിയുന്ന കാര്യം തന്നെയാണ് നമുക്ക് അല്ലെ. എന്താ പറയുന്നത്? ഇറ്റ് റിലേറ്റ്സ് ടു എ പേഴ്സൺ ഓർ എനി വർക്ക് ദാറ്റ് എ പേഴ്സൺ ഡസ് ഓൺ പ്രൊഫഷൻ വിച്ച് റിക്വയർ എക്സ്പെർട്ടൈസ്, സെൽഫ് റെഗുലേഷൻ ആൻഡ് റിസൾട്ട്സ് ഇൻ പബ്ലിക് ഗുഡ്. ഓക്കെ, അപ്പൊ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പ്രൊഫഷൻ, നമ്മൾ പെർട്ടിക്കുലർ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒന്നിക്കിൽ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് പ്രൊഫഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ നമ്മൾ എന്താണ്, നമ്മളാണ് ഒരാൾ പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ആ പുള്ളി ചെയ്യുന്ന തൊഴിലിൽ എന്ത് തൊഴിലാണോ പുള്ളി ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് ഒരു മുടക്കും വരുത്താതെ അത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, അല്ലെ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ പെർട്ടിക്കുലർ പേഴ്സൺ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ ഹൈലി പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ പറയാം. കൺഫ്യൂഷൻ ആവില്ലേ? എല്ലാ ടേമും ഒരുപോലെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിനെ, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു പ്രൊഫഷണൽ പേഴ്സൺ ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ, ആ പുള്ളി എന്ത് ചെയ്യും? പുള്ളിയുടെ പ്രൊഫഷൻ, പുള്ളി എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ പുള്ളി ഹൈലി ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, അല്ലെ ഹൈലി സിൻസിയർ ആണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ പുള്ളി ഹൈലി പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ ആയോ?
ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ ഇപ്പം എൻ്റെ കേസ് എടുക്കും. ഇപ്പം ഞാനെന്താ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ഇപ്പം കറന്റ് ഇപ്പോഴത്തെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് അല്ലേ. അപ്പൊ ഈ ടീച്ചിങ് നമ്മൾ എടുത്താലും നമുക്കറിയാം നമ്മുടെ ടീച്ചിങ്ങിന്റെ അല്ലെ ടീച്ചിങ് എന്ന് പറയുന്ന ആ പ്രൊഫഷന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അല്ലെ. ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രൈമറി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുക, നല്ല രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ്ങിന്റെ എയിം എന്ന് പറയുന്നത് അതാണ് അല്ലെ. അപ്പോ ഇപ്പൊ ഞാനത് നന്നായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പഠിപ്പിക്കുന്ന കാര്യം ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെ അതൊരു മോശമായ രീതിയിൽ ഇഫക്ട് ചെയ്യും അല്ലെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് പറയാൻ പറ്റില്ല? ഞാൻ ഹൈലി പ്രൊഫഷണൽ ആണെന്ന് എന്നെ ആരും പറയില്ല അല്ലെ. കാരണം ഞാൻ പഠിപ്പിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല, നിങ്ങൾക്കൊന്നും റിസൾട്ട് ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ എന്നെ ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റൂല അല്ലെ. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? നല്ല ഡെഡിക്കേറ്റഡ് അല്ലെ, എന്റെ 100% കൊടുത്തിട്ട് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും മാത്രമേ എന്നെ ഇത് പറയാൻ പറ്റുള്ളൂ, ഹൈലി പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ഈ പ്രൊഫഷണൽ എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്ന ഒരു കാര്യം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഒരു ടേമും കൂടി ഉണ്ട്, പ്രൊഫഷണലിസം എന്ന് പറയും. ഓക്കെ. സോ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എ പ്രൊഫഷണൽ വിച്ച് ഇംപ്ലൈസ് certain attitudes or typical qualities that are expected of a professional. അപ്പൊ നമ്മളിപ്പം പ്രൊഫഷണൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരു വ്യക്തി ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പുള്ളി ഹൈലി പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ പറയാം അല്ലേ. അപ്പോ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഹൈലി പ്രൊഫഷണൽ ആവുന്ന സമയത്ത്, അതായത് ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഹൈലി പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ പുള്ളി എക്സിബിറ്റ് ചെയ്യുന്ന സെർട്ടൈൻ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ. ആ പുള്ളി എക്സിബിറ്റ് ചെയ്യുന്ന പുള്ളി കാണിക്കുന്ന സെർട്ടൈൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിന് അല്ലെങ്കിൽ ആ ക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഫഷണലിസം എന്ന് പറയാം. ഓക്കെ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി എക്സിബിറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ആ പുള്ളി എക്സിബിറ്റ് ചെയ്യുന്ന സെർട്ടൈൻ ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഫഷണലിസം എന്ന് പറയും. പ്രൊഫഷണൽ എക്സിബിറ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ 3 വേർഡ്സും തമ്മിൽ, ടേമും തമ്മിൽ. ഓക്കെ. ഓക്കെ. അപ്പൊ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പേഴ്സൺ വർക്ക് ചെയ്യുമ്പോഴാണ് അയാളെ നമ്മൾ എന്ത് പറയാ? ഹൈലി പ്രൊഫഷണൽ ആണെന്ന് പറയാം അല്ലെ. ഇനി പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെ, ആ പുള്ളിക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലെ. അത് നമുക്കിപ്പോ നോക്കിയാൽ മനസ്സിലാവും. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും പ്രൊഫഷണൽ അല്ലാത്ത വ്യക്തിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അല്ലെ. ആറ്റിറ്റ്യൂഡിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആയാലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ, അയാൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഫഷണലിസം എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ 3 ടേംസ് ഓക്കെ അല്ലേ? പ്രൊഫഷൻ എന്താണ്, പ്രൊഫഷണൽ എന്താണ്, പ്രൊഫഷണലിസം എന്താണ്? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി ജസ്റ്റ് ഇവിടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് എ പ്രൊഫഷൻ ഫ്രം എ നോൺ പ്രൊഫഷണൽ ഒക്യുപ്പേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ ജോബിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഫഷണൽ ജോബായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ. പ്രൊഫഷൻ അല്ലാത്ത സെർട്ടൈൻ ജോബും ഉണ്ട് അല്ലെ. എക്സാമ്പിൾ ഇപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ നമ്മളെ ക്ലീനിങ് ജോബൊക്കെ ഇല്ലേ, ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പൊ ഈ ക്ലീനിങ് എന്ന് പറയുന്ന ജോബിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുപോലെ ഇപ്പൊ എന്താ വേറെന്താ ഉള്ളത്? എന്തെങ്കിലും എക്സാമ്പിൾ പറയാണ്ട് നിങ്ങൾക്ക് നോൺ പ്രൊഫഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ജോബ്സ് ഏതൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെയാ? ക്ലീനിങ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ഏതാ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ? ഒന്നുമില്ല എക്സാമ്പിള്? നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, കൺസ്ട്രക്ഷൻ തൊഴിലാളി, കൺസ്ട്രക്ഷൻ ലേബേഴ്സ് നമ്മൾ പറയൂലേ. അപ്പൊ ആ ഒരു ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രൊഫഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ എന്താ
നമ്മളെ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഇല്ലേ, ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, ഫാസ്റ്റ് ഫുഡ് മേക്കേഴ്സ് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് മേക്കേഴ്സിന് നമുക്ക് എന്ത് ചെയ്യില്ല, അല്ല ആ ഒരു ജോബിന് നമുക്ക് പ്രൊഫഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലീനിങ്, കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, അല്ലെ ഫുഡ് മേക്കേഴ്സ്, അപ്പൊ അവരൊന്നും നമുക്ക് അല്ലെ ആ ജോബിനൊന്നും നമുക്കൊരു പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ നോൺ പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്ന ഓക്യുപ്പേഷൻസ് ആണ്. അപ്പോ ഈ നോൺ പ്രൊഫഷണൽ ജോബ്സ് നിന്ന് ഒരു പ്രൊഫഷണൽ ജോബിനെ വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു നോൺ പ്രൊഫഷണൽ ജോബിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ജോബിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്റ്റൻസീവ് ട്രെയിനിങ്. അപ്പൊ എക്സ്റ്റൻസീവ് ട്രെയിനിങ് മീൻ ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം. നമ്മളൊരു പ്രൊഫഷണൽ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളത് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ട്രെയിനിങ് അല്ലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത് അല്ലെ. നേരെ മറിച്ച് ഇപ്പൊ നോൺ പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല അല്ലെ. തിയററ്റിക്കൽ കാര്യങ്ങളോ പ്രാക്ടിക്കൽ കാര്യങ്ങളോ ഒന്നും കണ്ടിന്യൂസ് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടൊന്നല്ല നമ്മൾ നോൺ പ്രൊഫഷണൽ ജോബ് നമ്മൾ ചെയ്യുക അല്ലെ. ഫോർ എക്സാമ്പിൾ ക്ലീനിങ് ഒക്കെ ആയാലും നമുക്ക് അങ്ങനെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല അല്ലെ. നേരെ മറിച്ച് ഒരു പ്രൊഫഷൻ ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ പോയതിനു ശേഷമാണ് ഒരു പ്രൊഫഷനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുക അല്ലെ. അപ്പോ നോൺ പ്രൊഫഷണൽ ജോബിൽ നിന്ന് പ്രൊഫഷനെ ഡിഫറെന്റ് ആക്കുന്ന ആദ്യത്തെ ഒരു ഫാക്ടറാണ് ഇത് എക്സ്റ്റൻസീവ് ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലത്തെ രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് എന്ത്, നോളജ് ആൻഡ് സ്കില്ല്. അതും നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഈ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോളജും സ്കില്ലും ഒക്കെ പഠിച്ച് പെർഫെക്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നത് അല്ലെ. നേരെ മറിച്ച് മറ്റേ കേസ് എടുത്താൽ എന്തുണ്ട്, അതിനങ്ങനെ പെർട്ടിക്കുലർ സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ, അതിന് പെർട്ടിക്കുലർ പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ തേർഡ് ഒന്നാണ് എന്ത്, മോണോപോളി എന്ന് പറയുന്നത്. മോണോപോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തക എന്ന് പറയില്ലേ, നമ്മൾ ഈ കുത്തക മുതലാളിത്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ആധിപത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു പ്രൊഫഷൻ എടുത്താൽ നമുക്ക് എന്തുണ്ട്, മോണോപോളി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പ്രൊഫഷണൽ മോണോപോളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോണോപോളി എന്താന്നുള്ളത്? ഓക്കെ, മോണോപോളി എന്ന് വെച്ചാൽ ആധിപത്യം എന്നുള്ള മീനിങ് ആണ്. നമ്മൾ അതിന്റെ എക്സാക്ട് വേർഡ് മീനിങ് എന്ന് പറയുന്നത് കുത്തക എന്നാണ് കേട്ടോ. നമ്മൾ കുത്തക മുതലാളിത്തം എന്നൊക്കെ പറയുന്ന കാര്യം അത് തന്നെയാണ്. അപ്പൊ പ്രൊഫഷൻ ആകുമ്പോൾ എന്തുണ്ട്, അതിന്റെ ചാൻസ് കുറച്ചുകൂടെ ഹയർ ആണ് അല്ലെ. മോണോപോളി എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചുകൂടെ ഹയർ ആണ്. അപ്പൊ അതും നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. പിന്നെയുള്ളത് എന്താണ്, ഓട്ടോണമി ഇൻ വർക്ക് സ്പേസ്. ഓട്ടോണമി നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡന്റ് ആവുക അല്ലെ, സെൽഫ് ഡിറ്റർമിനന്റ് ആവുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നോൺ പ്രൊഫഷണൽ ജോബുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ജോബിൽ എന്തുണ്ട്, കുറച്ചുകൂടെ നമ്മൾ ഓട്ടോണോമസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അതും ഇതിന്റെ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് എന്താണ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ. നമ്മളിപ്പം സാധാരണ ജോബ് എടുത്താൽ നോൺ പ്രൊഫഷണൽ ജോബ്സ് ലൈക്ക് ക്ലീനിങ് അതുപോലെയുള്ള ജോബൊക്കെ എടുത്താൽ എന്താണ്, അതിനൊരു പെർട്ടിക്കുലർ എത്തിക്സ് അല്ലെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നേരെ മറിച്ച് നമ്മളൊരു പ്രൊഫഷൻ എടുത്താൽ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. സോ അതും എന്താണ്, ഇതിനെ മറ്റേതിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും ഈ 5 പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. ഒരു നോൺ പ്രൊഫഷണൽ ജോബിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ജോബിനെ ഡിഫറെന്റ് ആക്കുന്ന 5 ഫാക്ടേഴ്സ്: എക്സ്റ്റൻസീവ് ട്രെയിനിങ്, നോളജ് ആൻഡ് സ്കില്ല്, മോണോപോളി, ഓട്ടോണമി ഇൻ വർക്ക് സ്പേസ് ആൻഡ് ഫൈനലി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വേറെ ടോപ്പിക് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂടാ, മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റൂൾസ്. സോ മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ദർ ആർ സെവറൽ റോൾ മോഡൽസ് ടു ഹൂം ദ എഞ്ചിനീയേഴ്സ് ആർ അട്രാക്റ്റഡ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ അല്ലേ. അപ്പൊ ഈ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫീൽഡിൽ നിങ്ങൾ പണ്ട് തൊട്ടേ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ റോൾ മോഡൽ ആക്കി വെക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് റോൾ മോഡൽ ആക്കി വെക്കുന്ന കുറെ ക്യാരക്ടേഴ്സ്, അതായത് ചെറിയ ഇതുണ്ടാവും അല്ലെ. റോൾ മോഡൽസ് തന്നെ, അതന്നെ, വേറെ ഒന്നും പറയുമ്പോൾ അറിയാനില്ല അല്ലെ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റോൾ മോഡൽസ് ഉണ്ടാവും അല്ലെ.
ആ റോൾ മോഡൽസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവുക, അല്ലെങ്കിൽ അവരെ പോലെ ആവാനാണ് നിങ്ങൾ എന്ത് നോക്കുക, ട്രൈ ചെയ്യുക അല്ലെ. അതിപ്പോ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഏത് പ്രൊഫഷൻ ആയാലും അതിന് അതിൻ്റെതായ റോൾ മോഡൽസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മളിപ്പം ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ റോൾ മോഡൽസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ രീതിയിൽ മൂവ് ചെയ്യാനാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്യുക അല്ലെ. അവരിലേക്കാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവും അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എഞ്ചിനീയർ ആയിട്ടുള്ള നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട റോൾ മോഡൽസ് ഏതൊക്കെയാണ് അല്ലെ, ആരൊക്കെയാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ റോൾ മോഡലായിട്ട് കാണേണ്ട വ്യക്തികൾ അല്ലെ, കാണേണ്ട ആ പൊസിഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ നോക്കാം. ദീസ് മോഡൽസ് പ്രൊവോക്ക് ദെയർ തിങ്കിങ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ഷൻസ്. അതിപ്പോ നമ്മൾ റോൾ മോഡൽസിന്റെ കേസിൽ പറയുന്നത് തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ ഒരു വ്യക്തിനെ നമ്മൾ നമ്മുടെ റോൾ മോഡലായിട്ട് കൺസിഡർ ചെയ്താൽ എന്ത് സംഭവിക്കും, ആ വ്യക്തി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, റൈറ്റ്. നമ്മുടെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യും, നമ്മുടെ റോൾ മോഡൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോൾ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കാൻ പോകുന്ന കാര്യം എന്താണ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ റോൾ മോഡൽസ് ആയിട്ട് കാണേണ്ട സെർട്ടൻ പൊസിഷൻസ് ഉണ്ട് അല്ലെ, സെർട്ടൻ ആൾക്കാരുണ്ട്. അതാണ് നമ്മളിപ്പോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ കേസ് നോക്കുക. ഫസ്റ്റ് വൺ ആണ് സേവിയർ. അപ്പൊ സേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വൺ ഹു സേവ് അസ് അല്ലെ, നമ്മൾ രക്ഷകൻ എന്ന് നമുക്ക് പറയാം അല്ലെ, സേവിയർ അല്ലെ. അപ്പൊ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഹി മസ്റ്റ് ബി എ സേവിയർ, അല്ലെങ്കിൽ ഹി ഷുഡ് ഓൾവേസ് ബി എ സേവിയർ. എപ്പോഴും എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു സേവിയർ ആയിരിക്കണം അല്ലെ. ആരെയാണ് സേവ് ചെയ്യേണ്ടത്, ദ എഞ്ചിനീയർ ആസ് എ സേവിയർ സേവ് ദി സൊസൈറ്റി ഫ്രം പോവേർട്ടി, ഇല്ലിറ്ററസി, വേസ്റ്റേജ്, ഇൻഎഫിഷ്യൻസി, ഇൽ ഹെൽത്ത് എക്സെട്ര. ഓക്കെ, അപ്പോ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രൊഫഷനാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയോട് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എഞ്ചിനീയേഴ്സ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയേഴ്സ് മസ്റ്റായിട്ടും ആരായിരിക്കണം എന്നാണ് പറയുന്നത്, യു മസ്റ്റ് ബി എ സേവിയർ. എപ്പോഴും നിങ്ങളൊരു സേവിയർ ആയിരിക്കണം. അതായത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളുടെ സൊസൈറ്റി ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, നിങ്ങൾക്കാണ് എന്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, നിങ്ങളുടെ സൊസൈറ്റീനെ സേവ് ചെയ്യാനുള്ള റെസ്പോൺസ്. ഏതിൽ നിന്ന് സേവ് ചെയ്യാനുള്ള, പോവേർട്ടി ആയിക്കോട്ടെ, ഇല്ലിറ്ററസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേസ്റ്റേജ്, ഇൻഎഫിഷ്യൻസി, അതുപോലെ പല കാര്യങ്ങളിൽ നിന്നും സൊസൈറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലംസിൽ നിന്നും സൊസൈറ്റീനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിനീയേഴ്സിന്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ യു ഓൾവേസ് മസ്റ്റ് ബി എ സേവിയർ. ഓക്കെ, അപ്പൊ സേവിയർ ആണ് നിങ്ങളുടെ ഫസ്റ്റത്തെ റോൾ മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സേവിയർ ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റോൾ മോഡൽസിൽ നമ്മൾ ആദ്യം പറയാനുള്ള കാര്യം, സേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഗാർഡിയൻ. സോ യു ഓൾവേസ് മസ്റ്റ് ബി എ ഗാർഡിയൻ. നിങ്ങൾ എപ്പോഴും ഒരു ഗാർഡിയൻ ആയിരിക്കണം. ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്താണെന്നുള്ള കാര്യം അല്ലെ. ഹി ഗാർഡ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് പുവർ ആൻഡ് ജനറൽ പബ്ലിക്. സൊസൈറ്റീനെ ഗാർഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആർക്കാണ്, എഞ്ചിനീയേഴ്സ് ആണ്. നമ്മുടെ എഞ്ചിനീയേഴ്സ് ആണ് നമ്മുടെ സൊസൈറ്റീനെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലെ. നമ്മുടെ സൊസൈറ്റീന്റെ ജനറൽ കാര്യങ്ങളെ, എല്ലാ കാര്യങ്ങളെയും മുന്നോട്ട് നയിക്കേണ്ടത് ആരാണ്, എഞ്ചിനീയേഴ്സ് ആണ്. സോ യു ഓൾവേസ് ബി എ ഗാർഡിയൻ ടു ദി പബ്ലിക്, അല്ലെങ്കിൽ ഗാർഡിയൻ ടു ദി സൊസൈറ്റി. അതാണ് നിങ്ങൾ രണ്ടാമത്തെ റോൾ മോഡലായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യം, ഗാർഡിയൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. ഗാർഡിയൻ എന്ന് പറയുന്ന ആ പൊസിഷനാണ് നിങ്ങളുടെ രണ്ടാമത്തെ റോൾ മോഡലായിട്ട് വരേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് എന്ത്, ബ്യൂറോക്രാറ്റിക് സെർവന്റ് എന്ന് പറയും. ബ്യൂറോക്രാറ്റിക് സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്താ, bureaucratic servant, he serves the organization and employers, the management of an enterprises, fixes its goals and assigns the job of problem solving to the engineer who accepts the challenge and shapes them into concrete achievements അല്ലെ. ബ്യൂറോക്രാറ്റിക് സെർവന്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സേവകൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ ആസ് എ ബ്യൂറോക്രാറ്റിക് സെർവന്റ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, ഷുഡ് ബി എ ബ്യൂറോക്രാറ്റിക് സെർവന്റ് ആയിരിക്കണം അല്ലെ. അതായത് എന്ത് ചെയ്യണം പുള്ളി, ഹി സെർവ്സ് ദി ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയേഴ്സ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെയും സെർവ് ചെയ്യാന്നുള്ളതും കൂടി എന്താണ്, നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, സോ യു ഓൾവേസ് ബി എ ബ്യൂറോക്രാറ്റിക് സെർവന്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് അതുപോലെ എന്ത് വേണം, ഈ മാനേജ്മെന്റ് നിങ്ങൾക്ക് സെർട്ടൻ കാര്യങ്ങൾ അല്ലെ, സെർട്ടൻ വർക്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരും അല്ലെ. അപ്പൊ ആ വർക്ക്
എല്ലാ ചാലഞ്ചസും ആക്സെപ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് കൂടെ നിങ്ങളുടെ എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. സോ നിങ്ങൾ എപ്പോഴും എന്ത് വേണം, നിങ്ങളുടെ ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയീസിനെയും എപ്പോഴും നല്ല രീതിയിൽ സേവ് ചെയ്യാം. ഓക്കെ, സോ യു ഓൾവേസ് ബി എ ബ്യൂറോക്രാറ്റിക് സെർവൻറ്റ്. സോ അതാണ് നിങ്ങളുടെ മൂന്നാമത് റോൾ മോഡൽ ആയിട്ട് കാണേണ്ട ഒരു പൊസിഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ? ഇതൊക്കെ തിയററ്റിക്കൽ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റോൾ മോഡൽസ് ആയിട്ട് കാണേണ്ട സെർട്ടീൻ പൊസിഷൻസ് ഉണ്ട്, അല്ല നിങ്ങളായിരിക്കേണ്ട സെർട്ടീൻ പൊസിഷൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയായിരിക്കണം ആസ് എൻ എഞ്ചിനീയർ. ഓക്കെ, അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് സേവിയർ പറഞ്ഞു, രണ്ടാമത്തെയാണ് ഗാർഡിയൻ പറഞ്ഞു, ഇപ്പൊ മൂന്നാമത്തെയാണ് ബ്യൂറോക്രാറ്റിക് സെർവന്റ് എന്ന് പറഞ്ഞു. ക്ലിയർ ആവുന്നില്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങളായിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ ആവുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതിനൊക്കെയാണ് റോൾ മോഡൽസ് ആയിട്ട് കാണേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് ഓരോ വ്യക്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ കാര്യം അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. സോ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെയാണ് റോൾ മോഡൽ ആയിട്ട് വരുന്നത് സോഷ്യൽ സെർവന്റ്. ഓക്കെ, സോഷ്യൽ സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഹു എക്സിബിറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. The engineer translates the interest and aspirations of the society into a reality, remembering that his true master is the society. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അല്ലെ എഞ്ചിനീയറിന്റെ ഫസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ട്രൂ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? സൊസൈറ്റിയാണ് അല്ലെ. പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അവന്റെ സൊസൈറ്റിയാണ് അല്ലെ. ആ സൊസൈറ്റിന്റെ നന്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ല സൊസൈറ്റിന്റെ നല്ലത് കാര്യങ്ങൾ, അല്ലെ സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൈമറി എയിം അല്ലെങ്കിൽ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ എഞ്ചിനീയർ ഷുഡ് ഓൾവേസ് ബി എ സോഷ്യൽ സെർവന്റ്. ഇനി ഫിഫ്ത്ത് വൺ ആണ് സോഷ്യൽ ഇനാബ്ലർ ആൻഡ് കാറ്റലിസ്റ്റ്. സോ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺ ഹു ചേഞ്ചസ് ദി സൊസൈറ്റി ത്രൂ ടെക്നോളജീസ്. The engineer assists the management and the society to understand their needs and make decisions on the desirable technological development and minimize the negative effects of technology on people and their living environment. Okay, അതായത് ഇപ്പൊ നമുക്ക് സൊസൈറ്റിനെ സെർവ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. യൂസിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിന്റെ നന്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? സോഷ്യൽ ഇനാബ്ലർ ആൻഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ടെക്നോളജി യൂസ് ചെയ്തിട്ട് സൊസൈറ്റിനെ സെർവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ല, സെർവ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സോഷ്യൽ ഇനാബ്ലർ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയും അല്ലെ. കാരണം ടെക്നോളജി എടുത്തു നോക്കിയാൽ ടെക്നോളജിക്ക് നല്ലതായിട്ടുള്ള വശമുണ്ട്, മോശമായിട്ടുള്ള വശമുണ്ട് അല്ലെ. ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിനെ ചിലപ്പോൾ മോശമായ രീതിയിൽ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഇഫക്ട് ചെയ്യാം അല്ലെ. അപ്പോൾ അതും കൂടെ അല്ലെ, ആ കാര്യങ്ങളിൽ നിന്ന് കൂടി സൊസൈറ്റിനെ സേവ് ചെയ്യുക എന്നുള്ളത് കൂടെ ആരുടെ ഉത്തരവാദിത്തമാണ്? നിങ്ങളുടെ എഞ്ചിനീയറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തുകൂടി ആയിരിക്കണം? യു ഓൾവേസ് ബി എ സോഷ്യൽ ഇനാബ്ലർ ആൻഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് ഗെയിം പ്ലെയർ എന്നുള്ളത്. ഹീസ് നെയ്തർ എ സെർവന്റ് നോർ എ മാസ്റ്റർ. എൻ എഞ്ചിനീയർ ഈസ് എൻ അസർട്ടീവ് പ്ലെയർ ഹു മേ ക്യാരി ഔട്ട് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഓക്കെ, ഗെയിം പ്ലെയർ അതെന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്താവാൻ പാടില്ല? കംപ്ലീറ്റ് ആയിട്ട് ഒരു സെർവന്റ് ആയിരിക്കാനും പാടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാസ്റ്റർ ആയിരിക്കാനും പാടില്ല. ഓക്കെ, ഒരു ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും നടത്തേണ്ടത്, അല്ലെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലെയർ ആയിരിക്കണം നിങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മാസ്റ്ററിന്റെ വോയിസ് അല്ലെ മാസ്റ്ററിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം. എന്നാൽ എന്താവാനും പാടില്ല? കംപ്ലീറ്റ് ആയിട്ടൊരു സെർവന്റ് ആയിട്ട് നിങ്ങൾ മാറാനും പാടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നിന്നിട്ട് വേണം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. സോ യു ഓൾവേസ് ഓൾസോ ബി എ ഗുഡ് ഗെയിം പ്ലെയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ റോൾ മോഡൽസ് ആയിട്ട് കാണേണ്ട പൊസിഷൻസ്. അല്ലെ നിങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെ പൊസിഷൻസിനെയാണ്, അല്ലെ ഏതൊക്കെ ആൾക്കാരെയാണ്, ഏതൊക്കെ ഇതിനെയാണ് തൊഴിലിനെയാണ്, അല്ലെ ഇതിനെയാണ് നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് കാണുന്നുള്ള കാര്യം. ഓക്കെ, സേവിയർ, ഗാർഡിയൻ, ബ്യൂറോക്രാറ്റിക് സെർവന്റ്, സോഷ്യൽ സെർവന്റ്, സോഷ്യൽ ഇനാബ്ലർ ആൻഡ് കാറ്റലിസ്റ്റ്, ഗെയിം പ്ലെയർ. ഓക്കെ, ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതെല്ലാവരും ചെയ്യണമെന്നില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബോറടിച്ചുവാ? മനസ്സിലായിട്ടില്ലേ? ഞാൻ പറഞ്ഞ കാര്യം, ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? ഇന്ന് എടുത്ത ടോപ്പിക്ക് വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊഫഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഫഷണലിസം എന്താണ്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞേ, ഒരു നോൺ പ്രൊഫഷണൽ ജോബ് എന്ന് ഒരു പ്രൊഫഷണൽ ജോബിനെ ഡിഫറെന്റ് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ലാസ്റ്റ് ഈ കാര്യം കൂടെ, ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾ റോൾ മോഡൽ ആയിട്ട് കാണേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പോ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള റെസ്റ്റ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.